വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി 6 മാസത്തിനു ശേഷം പുതിയ 916 സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, എടവണ്ണ. കാട്ടാനാക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. കിളായി നെടുങ്കയത്ത് പൂച്ചപ്പാറ നഗർ കോളനിയിലെ മണിയാണ് കൊല്ലപ്പെട്ടത്. വനപ്രദേശമായ മാഞ്ചേരി വട്ടിക്കല്ല് വെച്ചാണ് ആക്രമണമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു. പ്രാക്തന ഗോത്ര വിഭാഗമായ ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ടയാളാണ് മണി. ക്രിസ്മസ് അവധി കഴിഞ്ഞ മകൾ മീനയെ പട്ടികവർഗ വികസന വകുപ്പിന്റെ പാലേമാട് ഹോസ്റ്റലിലാക്കി കാട്ടിലെ അളയിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. കാർത്തിക്, കുട്ടിവീരൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മാഞ്ചേരി കന്നിക്കൈ വരെ ഇവർ ജീപ്പിലെത്തി. പൂച്ചപ്പാറയിലെ അള ലക്ഷ്യമാക്കി നടക്കുന്നതിനിടെ രാത്രി 7 മണിക്കാണ് ആക്രമണമുണ്ടായത്. ഇന്നലെ വൈകിട്ട് ഒരു 5-5:30 കൂടിയാണ് ഇവരും മണിയും വേറെ ഒരാളും കുറച്ച് കുട്ടികളടക്കം കേരളയിൽ വന്നവർ തിരിച്ചു പോയി ഒരു പൂച്ചപ്പാറയിൽ കോളനിയിലേക്ക് തിരിച്ചു പോകുകയായിരുന്നു. അപ്പോൾ അവർ വെറ്റിലക്കൊല്ലിയിൽ ഇറക്കിയിട്ട് ജീപ്പ് തിരിച്ചു പോന്നു. ഇവർ നടന്ന് അവരുടെ കോളനിയിലേക്ക് പോയത്. ഈ നടന്ന് ഇറക്കി വിട്ട സ്ഥലത്തിന് ഏകദേശം ഒരു 30 മിനിറ്റോളം നടന്നിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ആനയുടെ ആക്രമണത്തിന് ഇവർ ഇരയാവുന്നതെന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഇരയാവുന്നതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയും തെറിച്ചു വന്ന് കുട്ടികളും ബാക്കി കൂടെയുള്ളവർ ഇത് ചെയ്തു. ബാക്കിയുള്ളവർ ഓടി. അങ്ങനെ വന്ന ഒരു ഇൻഫർമേഷൻ, ഫോണിലേക്ക് വന്ന ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ പോയി ആളിനെ എടുത്ത് നെടുങ്കയത്ത് വരെ നമ്മൾ ആംബുലൻസ് കൊണ്ടുവന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്, ഒരു പ്രൈവറ്റ് ജീപ്പ് ഉണ്ടായിരുന്നു. അവരെ നെടുങ്കയം വരെ കൊണ്ടുവന്നു. നെടുങ്കയം വരെ വന്നപ്പോൾ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ചെറിയ വേദനകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. നെടുങ്കയത്ത് നമ്മൾ ആംബുലൻസ് കയറ്റി ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വെച്ച് നമ്മുടെ ചന്തക്കുന്നെത്തിയപ്പോൾ ഒരു സൗണ്ട്, അങ്ങനെ ഒരു പക്ഷേ ഒരു ലാസ്റ്റ് ബ്രീത്ത് ആയിരിക്കാം ഒരു പക്ഷേ ആ സമയത്ത് ഉണ്ടായത്. 9:30-ക്കാണ് വനപാലകർക്ക് സംഭവത്തിന്റെ വിവരം ലഭിച്ചത്. മണിയുടെ തലയ്ക്ക് ഗുരുതര പരിക്കുണ്ടായിരുന്നു. രക്തം വാർന്ന നിലയിലാണ് ജീപ്പിൽ ചെറുപുഴയിൽ എത്തിച്ചത്. അവിടെ നിന്ന് ആംബുലൻസിൽ കയറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.